ഭാര്യയും ഭർത്താവും ചേർന്ന് ജോലി ചെയ്താൽ ആ വീട്ടിൽ അനേകം കാര്യങ്ങൾ സുഖകരമായി നടക്കും. ഞാൻ ഈ ജോലി ചെയ്യില്ല, ഞാനത് ചെയ്യില്ല എന്നിങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകില്ല. കാരണം കുടുംബജീവിതം എന്നത് രണ്ടുപേരും പങ്കുവയ്ക്കുന്ന ഒരു ജീവിതമാണ്. ഭാര്യയും ഭർത്താവും ചേർന്ന് ഓരോ ജോലിയും പങ്കുവയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇത് എന്റെ ജോലി, ഇത് നിന്റെ ജോലി എന്ന് പറയാൻ പോലും അവസരം ഇല്ല. ഭാര്യയെ സ്വന്തം ശരീരമായി സ്നേഹിക്കണമെന്ന് വചനത്തിൽ പറയുന്നു. നീ അവളെ അവളുടെ സ്വന്തം ശരീരമായി സ്നേഹിക്കണം. ദൈവം നൽകിയ പങ്കാളി ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതിനാൽ അവൾ കൂടുതൽ ജോലി ചെയ്യുമ്പോൾ നിനക്ക് സ്നേഹം കാണിക്കണം. സ്നേഹം ഇല്ലെങ്കിൽ ഇതൊന്നും സാധ്യമല്ല. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ വേണം. കാരണം പല കുടുംബങ്ങളിലും ഭർത്താക്കന്മാർ വളരെ കഠിനരായിരിക്കും. സ്ത്രീ എത്ര ജോലി ചെയ്യണം എന്നത് ചോദ്യം. മനുഷ്യത്വം ഇല്ലാത്ത ഭർത്താക്കന്മാർ അങ്ങനെ പെരുമാറും. അവരെ മൃഗങ്ങൾ എന്ന് പറയേണ്ടി വരും. വിശ്വാസിയായ ഭർത്താവായാൽ ആ പ്രശ്നം ഉണ്ടാകില്ല. പക്ഷേ ചില കുടുംബങ്ങളിൽ വളരെ ശാന്തിയുണ്ട്. കാരണം അവിടുത്തെ ഭർത്താക്കന്മാർ ഒട്ടും സഹകരിക്കാറില്ല. അങ്ങനെയുള്ളവരോട് ഞാൻ പറയേണ്ടത് എന്തെന്നാൽ, ഭാര്യ ഉണ്ടാകുന്ന കാലം മുഴുവൻ നിനക്ക് വെളിച്ചം ഉണ്ടാകും. അതാണ് ഭാര്യ. നീ എത്രയോ പരിശ്രമിച്ചും കഷ്ടപ്പെട്ടും അവൾ ഇല്ലാതായാൽ ആ കുറവ് നിനക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് ഭാര്യ ലഭിച്ചവൻ എന്താണ് ലഭിച്ചത് എന്നാൽ നല്ലതാണ് ലഭിച്ചത്.